എന്തായാലും രാമനാമം ചൊല്ലിയാണ് ഈ ചക്ക ആട്ടുന്നത്. എന്തുകൊണ്ട് അധ്യാത്മരാമായണം കിളിപ്പാട്ട് രൂപത്തിൽ ആക്കിക്കൂടാ എന്നൊരു ചിന്ത വന്നു. അങ്ങനെ രാവിലെ ഈ ചക്കാട്ടുന്ന സമയത്ത് ഉള്ളിൽ നിന്ന് വരുന്ന വരികൾ ഉറക്കെ ചൊല്ലും എഴുത്തച്ഛൻ. കൂടെയുള്ളവർ, അതായത് മരുമക്കൾ, സഹോദരിമാർ, അവർ ഏറ്റു ചൊല്ലും. എന്നിട്ട് രാത്രിയാകുമ്പോൾ അത് പകർത്തി വയ്ക്കും. ഇങ്ങനെ അധ്യാത്മരാമായണം മുഴുമിപ്പിച്ചത് ഈ ചക്കുന്തിക്കൊണ്ടാണ്. അങ്ങനെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് പൂർത്തിയായ സമയത്ത് ഇവർക്ക് എല്ലാ പിന്തുണയും നൽകുന്ന വെട്ടത്ത് രാജാവിനും വള്ളുവക്കോനാതിരിക്കും പെരുമ്പടപ്പ് സ്വരൂപത്തിനുമൊക്കെ ഇതിൻ്റെ ഓരോ എഴുത്ത് പ്രതി അയച്ചു കൊടുത്തിരുന്നു, ഓല വീതം അയച്ചു കൊടുത്തിരുന്നു. കാരണം ഇവിടെയും എപ്പോൾ വേണമെങ്കിലും ആക്രമണം ഉണ്ടാകാം. ഇത് ഇങ്ങനെ ഒരു കൃതി എഴുതിയിട്ടുണ്ട് എന്ന് അറിഞ്ഞാൽ